ഹായ്! ഇന്ന് എൻ്റെയും ആദമിൻ്റെയും ഒരു ദിവസമാണ് ട്ടോ. രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഞങ്ങളുടെ യുദ്ധമാണ് നിങ്ങൾ കാണാൻ പോണത്. രാവിലെ കാപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ നേരം കൊണ്ടേ വിളിക്കണം എഴുന്നേൽക്കതേയില്ല. ഇങ്ങനെ കമിഴ്ന്നാണ് ട്ടോ കിടക്കുന്നത്. ഇങ്ങനെ ബാക്കൊക്കെ ഇങ്ങനെ പൊക്കി വെച്ച് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. ഈ സമയത്താണ് ഒരുപാട് ഉമ്മ കൊടുക്കുന്നത്. അല്ലാതെ ഇരിക്കുമ്പോൾ ഉമ്മ വയ്ക്കാനൊന്നും സമ്മതിക്കേയില്ല. അങ്ങനെ പിന്നെ ഞാൻ സഹിയിട്ട് എടുത്ത് മടിയിൽ വെച്ചിട്ട് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന്. പാല് കൊടുക്കുന്ന സമയത്ത് അവന് സ്വന്തമായിട്ട് തന്നെ പിടിച്ചിങ്ങനെ കുടിക്കുന്നതാണ് ഇഷ്ടം. അവൻ്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ കാര്യം അവന് സ്വന്തമായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. പറ്റുന്നില്ലെങ്കിലും ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. അപ്പം എണീറ്റിരുന്ന് ഫോൺ ക്യാമറ ഓൺ ആയിരിക്കുന്നത് കണ്ടപ്പം നാണം വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഞാൻ എടുത്ത് മുഖവും ഒക്കെ കഴുകി കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാപ്പി കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. അതൊരു യുദ്ധമാണ്. അത് ഒരു വലിയ പാത്രത്തിൽ നമ്മൾ വെച്ച് കൊടുക്കണം. അവന് കഴിക്കണം. നമ്മൾ വാരി കൊടുക്കാൻ കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു പാത്രത്തിലാണ് കഴിക്കുന്ന ഫുഡ്. കഴിക്കുന്ന സമയത്ത് പപ്പടം അവന് ഏറ്റവും ഇഷ്ടമാണ്. ഇവന് കുഞ്ഞു വാവയായിരുന്നപ്പോൾ തൊട്ടേ അവന് വേണ്ടിയിട്ട് ഈ ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം ആ പൈസ ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും നല്ല ഫുഡ് വാങ്ങി കൊടുക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അത്രയും ഭയങ്കര പൈസയില്ലേ, അതിൻ്റെയൊന്നും ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവന് സ്റ്റീലിലുള്ള കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങൾ, നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. പക്ഷെ അതൊന്നും ഇഷ്ടമില്ല. അവന് വലിയ പാത്രമാണ് ഇഷ്ടം. അത് നോർമൽ ആയിട്ടുള്ള പാത്രത്തിനേക്കാളും വലിയ പാത്രത്തിലാണ് ഞങ്ങൾ കഴിക്കുന്നത്. അത് കണ്ടിട്ട് അതിൽ തന്നെ അവന് കഴിക്കണം. അതാണ് അവന് ഭയങ്കര ഇഷ്ടം. കുഞ്ഞു വാവയായിരുന്നപ്പോൾ തൊട്ടേ അങ്ങനെ തന്നെ. അപ്പോൾ അതിലാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ കഴിക്കുകയും ചെയ്യും. കുറേയൊക്കെ കളയും, കുറേ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് പാല് കുടിക്കുകയാണ്. പാല് മതി എന്നുള്ള രീതിക്കാണ് അടപ്പൊക്കെ വെച്ച് അടച്ച് വെക്കുന്നുണ്ട്. മതി, ഇനി വേണ്ട, കുടിച്ച് തീർന്നു എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുവാവേരുടെ അടുത്ത് ബേബി എന്ന് പറഞ്ഞ് അത് 2 പുതുക്ക് കൊടുത്തപ്പം അത് ചാടി എണീറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കളിക്കും. TV പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കൂടെ ഇങ്ങനെ കണ്ണ് മൂക്ക് എന്ന് പറഞ്ഞ് കുത്തിത്തരും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ ഉമ്മ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. കാരണം അല്ലാതെ ഉമ്മ വയ്ക്കാനും സമയത്തിൽ ഒരു മൂഡ് വേണം, എങ്കിലേ പിടിച്ച് ചുമ്മാ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പം അവനിങ്ങനെ സൗണ്ട് ഉണ്ടാക്കണം, അയ്യോ അയ്യോ എന്ന്. ഒരു ദിവസം ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, വയറിൽ കുഞ്ഞാവ കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നൂടാന്ന്. അതുകൊണ്ട് ആ ഓർമ്മയിലാണ് എണീറ്റ് നിന്നപ്പോൾ അവൻ വീണ്ടും സൗണ്ട് ഉണ്ടാക്കണം, എന്നെ എണീപ്പിച്ച് നിർത്തണ്ട, കുഴപ്പമില്ല എന്ന്. അങ്ങനെ പിന്നെ മൂക്കിൽ മരുന്നൊഴിക്കാൻ സമയമായി. കുറച്ച് വയ്യായ്കകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് മുടങ്ങാതെ 3 നേരം മൂക്കിൽ മരുന്നൊഴിക്കണമായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോഴേ അവൻ്റെ ഫേസ് കാണുമ്പം സങ്കടം തോന്നും. അവന് ഇഷ്ടമേയല്ല, അവൻ ഏറ്റവും വെറുക്കണ ഒരു കാര്യമാണ്. പക്ഷേ നമുക്കത് ചെയ്തേ പറ്റുള്ളതുകൊണ്ട് പിടിച്ച് കിടത്തിയിട്ടാണ് ഇങ്ങനെ മൂക്കിൽ മരുന്നൊഴിക്കുന്നത്. അതൊരു യുദ്ധമാണ്. എൻ്റെ ഇടയ്ക്ക് എനിക്ക് 2 ചവിട്ടൊക്കെ കിട്ടി. ചവിട്ടും ഇടിയും കുത്തുമൊക്കെ കിട്ടും, സ്വാഭാവികം. പക്ഷെ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പാല് കുറച്ചിരുന്ന് അതൊക്കെ കൊടുത്തതിന് ശേഷം ഒരു ഹിന്ദി ആൽബമാണ് ഇരുന്ന് കാണുന്നത്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അത് മാറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മാതളങ്ങയും ഉപ്പിട്ട് കഞ്ഞിവെള്ളവും ഞാനും കുടിച്ച് അവനും കൊടുത്ത്. അവനിഷ്ടം ചിലപ്പോൾ ഇത് തുപ്പിക്കളയും, ചിലപ്പോൾ കഴിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കി കുറച്ച് സമയം കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ കിടക്കും കുറേ നേരം.